അപ്പോൾ ഇതെന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം. ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച ഡാഡിക്ക് ഒരു ചെറിയ പനിയുണ്ടായി. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു റേച്ചാൻ ഈ ദിവസം എനിക്ക് ഓർത്തോടെ ഓർത്തോയെ കാണിക്കാൻ പോകണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇന്ന് ഡാഡിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഡാഡിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് റേച്ചാൻ താഴെ കൊണ്ടുവിട്ട്. അങ്ങനെ ഇപ്പം ഡാഡി വീട്ടിലോട്ട് കയറി വന്നു. റീച്ചാൻ പിന്നെ അതുവഴി അങ്ങ് ഓഫീസിൽ പോയി. ഇപ്പോൾ ഇവിടെ ഇരുന്ന് അപ്പുറത്ത് ജനലിൻ്റെ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യുക, മീൻസ് കട്ടിലൊക്കെ വൃത്തിയാക്കണം. അവിടെ അയൺ ചെയ്യാനുള്ള തുണികളൊക്കെ കിടക്കുന്നത് അതെല്ലാം കെട്ടി വെക്കണം. അവൻ ബാഗൊക്കെ കൊണ്ടുവന്ന് തറയിലൊക്കെ വെക്കും. അതൊക്കെ എടുത്തെല്ലാം ഒന്ന് ഒതുക്കി ഈ ഫ്രണ്ട് റൂമെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണം ഞാൻ തുണി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ അത് ചെയ്യുന്നു. ഇന്ന് അങ്ങനെ അധികം കുക്കിംഗ് ഇല്ല, കാരണം ഇന്നലത്തെയൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇച്ചിരി മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് അതൊക്കെ ഒന്ന് വെട്ടി വെച്ചാലേ നാളെ എനിക്കന്നേരം പെട്ടെന്ന് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഇന്ന് അങ്ങനെ സമയമുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനെല്ലാം ഇട്ടേക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഡാഡിക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പം മെഡിസിൻ ഡാഡി പറഞ്ഞ് റീച്ചാനെ ഒന്ന് വിളിക്കണമെന്ന് പറയാൻ പറഞ്ഞു, എന്തൊക്കെ മെഡിസിനാണ് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ റീച്ചാൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് രാവിലത്തെ ഡോസ് കുറച്ച് കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ പിന്നെ ഡാഡി റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ജോലികൾ ചെയ്യുക. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കിന് എല്ലാം കൊടുത്തിട്ട് പെട്ടെന്ന് രാവിലെ ഞങ്ങൾ പനിക്ക് പാരാസിറ്റമോൾ കൊടുത്തായിരുന്നു. അതുകൊണ്ട് പനി അങ്ങ് കുറഞ്ഞായിരുന്നു. പിന്നെ ബാക്കി ചുമയുടെയും ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു വിട്ടു ഡോക്ടർ. എൻ്റെ നാത്തൂനാണെങ്കിൽ ഈ കത്രിക കൊണ്ട് മാത്രമാണ് എല്ലാം ചെയ്യുന്നത്, ചെതുമ്പൽ കളയുന്നതെല്ലാം. പക്ഷേ എനിക്കതൊരു വാക്കില്ല. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ പള്ള കണ്ടിക്കാനും ചിറക് കണ്ടിക്കാനും വാല് കണ്ടിക്കാനും ഒക്കെ ഞാൻ ഈ സിസേഴ്സ് ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് ഈ പിച്ചാത്തി തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കിന്നെല്ലാം എടുത്ത് കളയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓരോ പാട്ടൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. അതിപ്പം ഞാൻ വെട്ടി വെക്കുന്നേ ഉള്ളൂ, ഇന്നുണ്ടാക്കുന്നില്ല. കാരണം ഇന്ന് സമയമുള്ളത് കൊണ്ട് ഞാൻ ഇത് വെട്ടി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അല്ലാതെ നാളത്തെ ജോലി നാളെ തന്നെ ചെയ്യണമെന്നും അങ്ങനെ ഞാൻ ചെയ്യുന്നത് അങ്ങനെ കേട്ടോ. പിന്നെ ചിലർക്ക് നാളത്തെ ജോലി നാളെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേസമയം അല്ലാതെ ജോലിയൊക്കെ ചെയ്യാൻ ഫാസ്റ്റ് ഇല്ലാത്ത എൻ്റെ ജോലിക്കുട്ടിയുടെയൊക്കെ കൂട്ടുള്ള മക്കളുമാരാണെങ്കിൽ തലേന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന്. പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കിങ്ങനെ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ എല്ലാം ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അപ്പോഴേ ഞാൻ മീൻ വെട്ടു. അപ്പം ഡാഡിക്ക് കിടന്നുറങ്ങുന്നതിനേക്കായി അടി ഇരുന്നാ ഉറങ്ങുന്നത്. ഇരുന്നിങ്ങനെ തൂങ്ങി കിട്ടിയാൽ കിടക്കടി എന്ന് പറഞ്ഞാൽ അതേരെ കിടക്കും. എൻ്റെ പപ്പായി ഇതുപോലായിരുന്നു, ഇരുന്നുറക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഒക്കത്തില്ല ഇരുന്നുറങ്ങാൻ. റേച്ചാനും ഇരുന്നുറങ്ങി. ഈ ചുമയൊക്കെ വന്നപ്പോഴേ ഇരുന്നുറങ്ങുമായിരുന്നു. ഡാഡി ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇന്നെന്നാ ഓർത്തോടെ അടുത്ത് ഞാൻ പോകണമെന്ന് പറഞ്ഞിരുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അവർ പറഞ്ഞു 2 ദിവസം ഡോക്ടർ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ കാണാൻ പോകാം.
ഡാഡി പെട്ടെന്ന് കഫം നിറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡാഡിയെ പെട്ടെന്ന് കൊണ്ടുപോകും. അങ്ങനെ പോയിട്ട് വന്നേ ഡോക്ടറെ അടുത്ത്. ഓക്കെ, മീൻ വെട്ടിയെടുക്കട്ടെ. എനിക്കിവിടെ ഇന്ന് എല്ലാവരെയും കാണാൻ ഇന്നാടി പറഞ്ഞില്ലേ, സ്കൂളിൽ പോകുന്നതും വരുന്നതും ആൾക്കാരെ. തുണി ഇട്ടേക്കുന്ന ഇനി തുണി വിരിക്കണം. ഇന്നലത്തേത് ഒരു ചുമടുണ്ട് മടക്കാൻ. പിന്നെ ഇന്നലെ പോയവരെ 6:30 റീച്ചാനും പോൾമോനും ഇവിടുന്ന് പോയി. വന്നപ്പോൾ എത്ര മണിയായെന്നറിയാമോ? 1:30 കഴിഞ്ഞു. അയ്യോ, ഞാൻ പോയായിരുന്നെങ്കിൽ എൻ്റെ കർത്താവേ, ഞാൻ ഊപ്പാടെടുത്തേനെ. അവർക്കൊന്നും കുഴപ്പമില്ല. പോൾമോൻ നന്നായി എൻജോയ് ചെയ്തു. കുറച്ചൊക്കെ വീഡിയോ എടുത്തു. അതിൻ്റെയൊക്കെ കാണിച്ചിട്ട് പ്രൈസം പോലൊരു ഞാനും പോകണമായിരുന്നു. ഞാൻ പറഞ്ഞ മക്കൾക്ക് പരീക്ഷ ആയിരിക്കും. അവിടെ വന്നാൽ പിന്നെ അവനും കുഴപ്പമില്ല, എന്നാലും എന്തെങ്കിലും പനിയല്ലോ ആയ പരീക്ഷ ഒന്നും ആദ്യം തുടങ്ങുന്നേ ഉള്ളൂ. ഡാഡിയും പോകാൻ ഡാഡിക്ക് വയ്യല്ലോ. ഡാഡി ഇങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഇത്ര പ്രായം. പക്ഷേ എനിക്ക് വയ്യാന്നുള്ളൊരു ചിന്ത ഡാഡിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ പറയും, ഇവർ നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം 3-4 വീടുകളിൽ പോകും. അതൊക്കെ നല്ലതാ. ഞാൻ മീനൊക്കെ വെട്ടിക്കഴുകി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ തുണികൾ എല്ലായിടത്തും കിടന്ന തുണികളെല്ലാം പറക്കി കൊണ്ട് കട്ടിലേലോട്ടിട്ട്, എന്നിട്ട് ഇന്നുള്ള തുണി വിരിച്ചിട്ട് പിന്നെ ഡാഡിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഡാഡിക്കുള്ള മെഡിസിൻ എടുത്ത് കണ്ടെയ്നറിൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഡാഡി കഴിക്കുന്നേ ഉള്ളൂ അവിടെ ഇരുന്ന്. അപ്പം ഞാൻ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ തുണികൾ മടക്കാമെന്ന് വെച്ച്. അപ്പോൾ രാവിലത്തെ കോഴ്സ് അങ്ങ് ഡോക്ടർ പറഞ്ഞ് ഇപ്പം വല്ലതും കഴിച്ചിട്ടങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഞാൻ കൊടുത്തിട്ട് പിന്നെ കപ്പ് സിറപ്പും ഉണ്ട്, അത് ഞാൻ കൊണ്ട് ഇവിടെ അടുത്ത് പറഞ്ഞെടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മേശപ്പുറത്ത് കൊണ്ടുവച്ച്. പിന്നെ തുണികളെല്ലാം മടക്കാനായിട്ടുണ്ടായിരുന്നു. കുറേ തുണികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചുമ്മാ ഇങ്ങനെ മടക്കി എടുത്തതേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ പോൾമോന് വല്ലതും കൊടുക്കണം. പോൾമോൻ പിന്നെ കുറച്ച് അവർക്ക് പോർഷൻ ഉണ്ടായിരുന്നു, അത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു, ആൻസർ പേപ്പറൊക്കെ. അപ്പോൾ അത് എഴുതുമായിരുന്നു രാവിലെ. അപ്പോൾ അവന് 2 മണിക്ക് പോകണമായിരുന്നു. എടാ വല്ലതും കഴിച്ചിട്ട് പോകുന്നു പറയണം. ഞാൻ പറഞ്ഞില്ല, വേണ്ട, വന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങ് വരും, എന്നിട്ട് കഴിച്ചോളാമെന്ന്. പിന്നെ വന്നിട്ടും അവൻ കഴിച്ചില്ല. ഇത് പിന്നെ വൈകിട്ടത്തെ ഇവിടുത്തെ. അപ്പോൾ രാത്രി 10 മണിയായി റേച്ചാൻ വന്നു. അപ്പോൾ കൊച്ചവന് നാളെ മാത്സാ. അതൊന്ന് ഞാൻ പറഞ്ഞു പോൾമോനെ അവനെ ഒന്ന് പഠിപ്പിരടാന്ന്. പോൾമോൻ കുളിച്ചിട്ട് വന്നിരിക്കുന്ന ഇതാ, തല പോലും ചീവിയിട്ടില്ല. ये स्टेटमेंट प्रॉब्लम करने का उसको नहीं आता। अरे उसको अभी करवाया, मैंने बोला तो ही आता है। ये पता नहीं देयरफॉर क्यों लिखा है। क्यों देयरफॉर यू हैव टू पुट ना? नहीं, हम लोग को उधर शायद अलग था। हां सर, देयरफॉर you have to write स्टेटमेंट वर्ड प्रॉब्लम यू हैव टू राइट देयरफॉर 1 kilometer 100 सेंटी सॉरी, अच्छा 100 किलोमीटर 100 मीटर है। हां, किलोमीटर बोला। अच्छा किलोमीटर बेटा 1 किलोमीटर 1 मिनट क्या किसमें कन्वर्ट करने के? मीटर में क्या? मीटर से हां 1 किलोमीटर इज इक्वल टू हाउ मेनी मीटर? 1 किलोमीटर 1000 मिलीमीटर सॉरी 1000 kilometer meter. kg also same. 1 kg is 1 kg is 1000 kilogram gram. 1 kilogram 100 kg kilogram 1000 1 liter 1 liter 1000 liter 1000 ml. हाँ मिलीमीटर। ये तेरे को नहीं आता। So now kg is what? 1 gram 1 kg is
What is this? What is the behavior? 1 kg is. You had homework, you did not complete it. Now to do it now, na. बहुत पुराना है 50 पेज नंबर अरे do it now, na. मेरे को पता नहीं क्या करूँ मैं Hey. अरे ഇപ്പം കണ്ടത് അത് സിസ്ലിംഗ് ബ്രൗണി ആയിരുന്നു. അതിനകത്ത് ഹോട്ട് ചോക്ലേറ്റ് ഇട്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ സൗണ്ട് വരുന്നതായിരുന്നു. ഞാൻ പറയുമായിരുന്നു ഇപ്പം സവാള കിലോ 60-70 രൂപയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഹോട്ടലിൽ മുഴുവനുള്ള സവാളയെ കൊണ്ട് ബൗളിൽ കൊണ്ട് വെച്ചേക്കുന്നത്. അങ്ങനെ അവർ നാൻ റൊട്ടിയോ അങ്ങനെ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോ പ്രൈസ് വരെ കാണിക്കാനും പോയില്ല. കൂടുതൽ കാണിച്ചാൽ അവനും വിഷമം വരും. പിള്ളേർക്ക് വെളിയിൽ പോയി എത്ര നമ്മൾ വീട്ടിൽ നല്ലതുണ്ടാക്കി കൊടുത്താലും അവർക്ക് വെളിയിൽ പോയി കഴിക്കുന്നതിനോടാണ് താല്പര്യം. ഡാഡിക്ക് പോകണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. ഡാഡിയും പോകണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ റീച്ചാ ഡാഡി വന്നായിരുന്നെങ്കിൽ ഊപ്പാടായിരുന്നു. റീച്ചാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, ഡാഡിയുടെ ഒരു പ്രായത്തിൽ ഇപ്പം കുറച്ച് നാളുണ്ട് ഡാഡി യാത്ര ചെയ്യാതെ ഇഷ്ടംപോലെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് നമുക്ക് റിക്ഷയിൽ സ്റ്റേഷനിൽ വരെ പോകണമെങ്കിലും ഡാഡി അവിടെ അതും നടക്കുമായിരുന്നു. അതുകൊണ്ട് ഡാഡിക്ക് ഒരു പ്രായം വരെ ഒരു 75 വയസ്സ് വരെയൊന്നും ഒരു രസവും ഇല്ലായിരുന്നു. പിന്നെ ഇച്ചിരി ഷുഗർ വന്ന് പിന്നെ ഇപ്പോൾ ഇത്തിരി പ്രഷർ അങ്ങനെയൊക്കെയുള്ള ഏജ് പ്രോബ്ലം ഉണ്ട്. അല്ലാതെ ഡാഡിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവർ രണ്ടും എല്ലാം ഉള്ളായിരുന്നു. അതുകൊണ്ട് അവർ മെട്രോയിലാണ് പോയത്. ഞാൻ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് റീച്ചാൻ്റെ കസിനും ഭാര്യയും. പിന്നെ അവരുടെ മോള ഫോറിൻ ആളിനെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഇരിക്കുന്ന താടിക്കാരനാണ് ഫോറിൻകാരൻ. ഇപ്പുറത്തിരിക്കുന്ന ഈ അവരുടെ മോള്. അപ്പോൾ അവർ കല്യാണമൊക്കെ അവിടെ ആയിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ വന്നോണ്ടേ ഈ അച്ഛൻ്റെ സിസ്റ്ററേയും ഇവരെയും ഒക്കെ ഒന്ന് വിളിച്ചൊരു മീറ്റപ്പ് ആക്കിയതാണ്. അപ്പം ഞാൻ അന്നേരം അവർക്കും ഇതായിപ്പോയി, ഞങ്ങൾ ചെന്നില്ലെന്നുള്ളതുകൊണ്ട് പറഞ്ഞിപ്പോൾ അവൾ വീണത് കൊണ്ട് ഇങ്ങനെ ടെയിൽ ബോണിന് പ്രോബ്ലം, ഒത്തിരി നേരം ഇരിക്കാനൊന്നും ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവിടുന്ന് 2-2.5 മണിക്കൂറൊക്കെ ഇരിക്കണം. അപ്പോൾ അവർ പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഇത്തിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ര വലുതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ പോൾമോനൊക്കെ ഈ തണുപ്പ് മതി. അവനന്നേരം അതനുസരിച്ചൊക്കെ ഡ്രസ്സ് ഇട്ട് പോയത്. കാരണം ഇങ്ങോട്ട് യാത്ര അയച്ച് വണ്ടിയിലൊക്കെ വരുന്നോടനെ നല്ല കാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെയുള്ള പ്രിപ്പയറില്ല ഡ്രസ്സ് ഇട്ട് പോയത്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.